കമ്മട്ടിപ്പാടം. എന്തേ? കൃഷ്ണൻ, എവിടെ നിന്നാണ്? കമ്മട്ടിപ്പാടം. ഇന്ന് നമ്മെ വിസ്മയിപ്പിക്കുന്ന ഏതൊരു മഹാനഗരത്തിന് പിന്നിലും അധികമാരും അറിയാത്തൊരു ചരിത്രമുണ്ടാവും. എറണാകുളം എന്ന നഗരം ഇന്നത്തെ രീതിയിലേക്കായതിനു പിന്നിലും അങ്ങനെ കുറെ മനുഷ്യരുടെ, സ്ഥലങ്ങളുടെ മണ്ണിനടിയിലായ ചരിത്രമുണ്ട്. അതാണ് കമ്മട്ടിപ്പാടം. കേവലമൊരു ആക്ഷൻ സിനിമ എന്നതിലപ്പുറം കാലഘട്ടങ്ങളുടെയും സൗഹൃദങ്ങളുടെയും മനുഷ്യബന്ധങ്ങളുടെയും ആത്മാവിഷ്കാരമാണ് കമ്മട്ടിപ്പാടം. കമ്മട്ടിപ്പാടം. എങ്ങടാ കൈകൊള്ളൂടാ? ഇല്ലടാ, നല്ല സാധനമാണെങ്കിൽ കൈകൊള്ളൂല. രാജീവ് രവി എന്ന പ്രതിഭയോടുള്ള പ്രത്യേക ഇഷ്ടത്തിന് കാരണം അദ്ദേഹം മുൻ ചിത്രങ്ങളെ അവതരിപ്പിച്ച രീതിയിലെ വാണിജ്യപരമായ കൂട്ടിച്ചേർക്കലുകൾ ഇല്ല എന്നതാണ്. അന്നയും റസൂലും, ഞാൻ സ്റ്റീവ് ലോപ്പസ് തുടങ്ങി അദ്ദേഹത്തിന്റെ മുൻ ചിത്രങ്ങൾ ആദ്യ ദിവസം തന്നെ കണ്ട എനിക്ക് അദ്ദേഹത്തിന്റെ മൂന്നാം അംഗം കാണുക എന്നത് രണ്ടാം ദിവസത്തേക്ക് മാറ്റിവെക്കാനാവുന്നതല്ല. ആദ്യ 2 സിനിമകളിലെയും രാജീവ് രവി തയ്യാറാക്കിയ അതേ രീതിയിൽ പച്ചയായ ജീവിതങ്ങൾ അതിൻ്റേതായ രീതിയിൽ ഒരു ഒത്തുതീർപ്പിനും തയ്യാറാകാതെ പൂർണ്ണമായ തികവോടെ ഇതിലും അവതരിപ്പിച്ചിരിക്കുന്നു. വിവിധ കാലഘട്ടങ്ങളിൽ കഥാപാത്രങ്ങൾക്ക് ഇത്രയേറെ സൗമ്യമുള്ള ഒരു താരനിർണയം ഒരുപക്ഷെ മലയാള സിനിമയിൽ തന്നെ ആദ്യമായിരിക്കും. ദുൽഖറിന്റെയും വിനായകന്റെയും പുതുമുഖം മണികണ്ഠന്റെയും ഒക്കെ ബാലകൗമാര യൗവനങ്ങൾ നമ്മളെ ശരിക്കും ഞെട്ടിക്കും എന്നത് ഒരു ചെറിയ സത്യം മാത്രം. ഓരോ സിനിമകൾ കഴിയുന്തോറും കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുന്ന ദുൽഖർ സൽമാന്റെ മികച്ച പ്രകടനം കാലഘട്ടങ്ങൾക്കാവശ്യമായ ശരീരഭാഷ കുറ്റമറ്റ രീതിയിൽ അവതരിപ്പിച്ചു. താരങ്ങളിൽ താരമായി വിനായകനും പുതുമുഖം മണികണ്ഠനും രണ്ടുപേരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. വിനായകൻ ചില സീനുകളിൽ വിസ്മയിപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചു. നിങ്ങ വേറെ ലെവലാണ് വച്ചാനെ. ലോക സിനിമ നാളെ നിങ്ങളെ അംഗീകരിക്കും, ഉറപ്പ്. തമാശക്കാരനായി മാത്രം വന്നിരുന്ന സൗബിൻ താഹിർ കട്ടക്കലിപ്പ് കാണിച്ച് ഒന്നൊന്നര ഞെട്ടിക്കൽ ഞെട്ടിച്ചു. ബാക്കി എല്ലാ താരങ്ങളും കഥയോട് അലിഞ്ഞു ചേർന്ന് ജീവിച്ചു. ജീവിതഗന്ധിയായ സംഭാഷണങ്ങളും മുഹൂർത്തങ്ങളും സിനിമാ അനുഭവത്തെ ജീവിതാനുഭവമാക്കി മാറ്റി. പച്ചയായ ജീവിതം, വേറിട്ട പ്രമേയം, സ്ഥിരം സിനിമ രസക്കൂട്ടുകൾ കളരാത്ത ഒരു മികച്ച സൃഷ്ടി കാണാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ് കമ്മട്ടിപ്പാടം. ഇതൊരു ചരിത്ര സിനിമയല്ല. ചരിത്രത്തിലൂടെ സഞ്ചരിച്ച് നാം ഇന്ന് കാണുന്ന ഈ മാറ്റങ്ങളുടെ കാരണം കാണിക്കുന്ന, അതോടൊപ്പം സൗഹൃദത്തിന്റെയും പ്രണയത്തിന്റെയും ജീവിതത്തിന്റെയും വേറിട്ട മുഖം കാണിക്കുന്ന ഒരു രാജീവ് രവി സ്റ്റൈൽ ക്ലാസ് സിനിമ തന്നെയാണ്